മഞ്ഞുമ്മൽ ബോയ്സും പ്രേമവും ഈ രണ്ട് സിനിമകളും തമ്മിൽ ഒറ്റ നോട്ടത്തിൽ കണക്ഷനൊന്നുമില്ല. പക്ഷെ തമിഴ്നാട്ടിലെ തിയേറ്ററുകളിലേക്ക് ചെല്ലുമ്പോൾ ചില കണക്ഷനൊക്കെ കാണാമെന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. 2015 ഇറങ്ങിയ പ്രേമത്തിന് ശേഷം തമിഴ്നാട്ടിൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യതയിലേക്കും കളക്ഷനിലേക്കുമാണ് മഞ്ഞുമ്മൽ നീങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. റിലീസ് ചെയ്ത ഫെബ്രുവരി 22 തന്നെ തമിഴ് സോഷ്യൽ മീഡിയ സർക്കിളുകളിലും തിയേറ്റർ റെസ്പോൺസ് വീഡിയോകളിലും മഞ്ഞുമ്മൽ ബോയ്സിനെ പ്രേക്ഷകർ പ്രശംസകളാൽ മൂടിയിരുന്നു. സർവൈവൽ ഡ്രാമ എന്ന അധികം പരീക്ഷിക്കപ്പെടാത്ത ജോണറും പ്രൊഡക്ഷനിലെ ക്വാളിറ്റിയും മികച്ച സ്റ്റോറി ടെല്ലിങ്ങുമാണ് കേരളത്തിൽ ബോയ്സിനൊപ്പം ആളെ കൂട്ടിയത്. ഇതിനെല്ലാം ഒപ്പം തമിഴ്നാട്ടിലെ സ്ഥലങ്ങളും തമിഴ് സിനിമയും ഉലകനായകൻ കമൽഹാസനുമായുള്ള കണക്ഷൻസ് കൂടി ചേർത്താണ് തമിഴ് മണ്ണിൽ മഞ്ഞുമ്മൽ ഹിറ്റാവുന്നത്. കൊടൈക്കനാലും പഴനിയും കമൽഹാസന്റെ ഗുണ എന്നൊരു ചിത്രത്തിലൂടെ പ്രശസ്തമായിട്ടുള്ള ഗുണ കേവ്സുമാണ് മഞ്ഞുമ്മലിന്റെ പ്രധാന ലൊക്കേഷൻ എന്നറിയാമല്ലോ. സിനിമയുടെ രണ്ടാം പകുതിയിൽ മഞ്ഞുമ്മൽ ബോയ്സിനോളം പ്രാധാന്യത്തിൽ വരുന്നത് തമിഴ് കഥാപാത്രങ്ങളാണ്. ജോർജ് മരിയാൻ, രാമചന്ദ്രൻ ദുരൈരാജ് തുടങ്ങിയ സുപരിചിതരായിട്ടുള്ള അഭിനേതാക്കൾ അടക്കമുള്ളവരാണ് ഈ വേഷങ്ങളിൽ എത്തിയത്. തമിഴ് ഡയലോഗുകളും സൗഹൃദം എന്ന വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള വികാരവും ട്രൂ സ്റ്റോറി ആണെന്നതും സിനിമയിലേക്ക് തമിഴ് പ്രേക്ഷകരെ അടുപ്പിക്കുന്നുണ്ട്. കൊടൈക്കനാലിലെ ഗുണ കേവ്സിലെ മറഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കുന്നതും തമിഴ്നാട്ടിലാണ്. കൺമണി അൻപോട് കാതലൻ എന്ന എവർഗ്രീൻ സോങ്ങിലൂടെയാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ തുടക്കം. കമൽഹാസനെ ചിത്രം നന്ദിയും പറയുന്നുണ്ട്. കൊടൈക്കനാലിലേക്കുള്ള യാത്രയിലുടനീളം മഞ്ഞുമ്മൽ ബോയ്സ് ഈ പാട്ടിനെയും സിനിമയും കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മനിതൻ ഉണർന്നു കൊള്ള, ഇത് മനിത കാതലല്ലേ, അതേയും താണ്ടി പുനിതമാനത് എന്ന വരികൾ കടന്നുവരുന്ന ഭാഗം സിനിമ കണ്ടവരാരും മറക്കാനിടയില്ല. പ്രേമത്തിലും സമാനമായ രീതിയിൽ മലർമിസ് എന്ന സായ് പല്ലവിയുടെ തമിഴ് കഥാപാത്രവും തമിഴ് പാട്ടുകളും സിനിമയ്ക്ക് സ്വീകാര്യത നേടിക്കൊടുക്കുന്നതിൽ പങ്കുവഹിച്ചിരുന്നു. ചിത്രത്തിന്റെ ഓരോ റിലീസിനും തിയേറ്ററുകൾ നിറയുന്ന കാഴ്ച തമിഴ്നാട്ടിൽ ഇപ്പോഴും കാണാം. ഇപ്പോൾ പ്രേമം ഇറങ്ങിയ 2015 കഴിഞ്ഞ് 9 വർഷം പിന്നിടുമ്പോൾ വീണ്ടും ഒരു മലയാള ചിത്രത്തിനായി തമിഴ്നാട്ടുകാർ ആഘോഷപൂർവ്വം ടിക്കറ്റ് എടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ചെന്നൈ, കോയമ്പത്തൂർ, ട്രിച്ചി എന്നിവിടങ്ങളിലെ തിയേറ്ററുകളിൽ ഒരു ഷോയുമായി കളിച്ചിരുന്ന മഞ്ഞുമ്മൽ ബോയ്സിന് ഓരോ ദിവസം കഴിയും തോറും ഷോകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നഗരങ്ങളിൽ മാത്രമല്ല, പ്രാന്തപ്രദേശങ്ങളിലെ തിയേറ്ററുകളിലും ചിത്രത്തിന്റെ ഷോസ് കൂടി വരുന്നുണ്ട്. 4 ദിവസത്തിനുള്ളിൽ മാത്രം തമിഴ്നാട്ടിൽ നിന്നും ചിത്രം 1 കോടിയിലേറെയാണ് കളക്ഷൻ നേടിയതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട്. പിന്നീടുള്ള ദിവസങ്ങളിലും കളക്ഷൻ കണക്കുകൾ ഉയരത്തിലേക്കാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ തമിഴ് സിനിമ റിലീസുകൾക്ക് മികച്ച അഭിപ്രായം നേടാനാകാത്തതും മഞ്ഞുമ്മലിന് ഗുണമായിട്ടുണ്ട്. ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിലെ വിൻഡോകളിൽ ഇത് വ്യക്തമായി കാണാം. പ്രേക്ഷക പ്രതികരണത്തോടൊപ്പം തമിഴ് സിനിമാ രംഗത്ത് നിന്നുള്ളവരും മഞ്ഞുമ്മലിനെ പ്രശംസിക്കാൻ മുന്നിലുണ്ട്. തമിഴ്നാട് മന്ത്രിയും സിനിമാ താരവുമായ ഉദയനിധി സ്റ്റാലിനാണ് ഇക്കൂട്ടത്തിൽ പ്രധാനി. മഞ്ഞുമ്മൽ ബോയ്സ് ഒരിക്കലും മിസ്സാക്കരുത് എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. സംവിധായക ഹരിതയും നടൻ കിഷൻ ദാസും ബോയ്സിനെ വാനോളം പുകഴ്ത്തി. കൺമണി അൻപോട് എന്ന പാട്ട് ഇനി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല തനിക്കെന്നാണ് കിഷൻദാസ് പറഞ്ഞത്. താൻ കമൽഹാസന്റെ ആരാധകനാണ് എന്നും അദ്ദേഹത്തിന്റെ സിനിമകൾ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നും സംവിധായകൻ ചിദംബരം അഭിമുഖങ്ങളിൽ പറഞ്ഞത് തമിഴ്നാട്ടിലെ സിനിമാ പ്രേമികളാണ് കൂടുതൽ ആഘോഷിക്കുന്നത്. തമിഴ് സിനിമകൾ കേരളത്തിൽ നിന്നും വലിയ കളക്ഷൻ നേടുന്നത് പോലെ മലയാള ചിത്രങ്ങൾക്ക് തമിഴ്നാട്ടിലും മികച്ച കളക്ഷൻ നേടാനാകുമെന്നാണ് മഞ്ഞുമ്മൽ ബോയ്സും പ്രേമവുമെല്ലാം കാണിച്ചു തരുന്നതെന്നും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങളുണ്ട്. ആഗോള കളക്ഷനിൽ 20 കോടി കടന്ന മഞ്ഞുമ്മൽ ബോയ്സ് വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ മികച്ച പ്രകടനം തുടരുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ കുറിക്കുന്നത്. ഇതിനോടൊപ്പം പ്രേമലവും ഭ്രമയുഗവും തമിഴ്നാട്ടിൽ തരക്കേടില്ലാത്ത പ്രതികരണം നേടുന്നുണ്ട്. അതായത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും മലയാള സിനിമകൾക്ക് ഇത് നല്ല കാലമാണെന്ന് ചുരുക്കം.